തൃശൂർ ഇത്തവണ ആരെടുക്കും? വികസനമാണോ പ്രധാന ചർച്ചാ വിഷയം? കുടിവെള്ള പ്രശ്നവും ഗതാഗതക്കുരുക്കും ചർച്ചയാകുമോ? സുരേഷ് ഗോപി ഒരു ഫാക്ടറാണോ? വോട്ടർമാരോട് ചോദിക്കാം. ഇത്തവണ ആരായിരിക്കും തൃശ്ശൂർ എടുക്കുക? എന്താണ് അഭിപ്രായം? ഇത്തവണ തൃശ്ശൂർ UDF എടുക്കാനാണ് സാധ്യത. കാരണം വെച്ചാൽ UDFിൻ്റെ ഒരു കുത്തക കോർപ്പറേഷനാണത്. കഴിഞ്ഞ 2 തവണ അത് മിസ്സായതാണ്. ജസ്റ്റ് കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആയിരുന്നു. എലക്ഷൻ എന്താണ് ഇത്തവണ? ആരാണ് തൃശ്ശൂരിൽ വരിക? എന്താ അഭിപ്രായം? UDF. ഒരു സംശയം വേണ്ട. എന്താ കാര്യം? അത് ഉണ്ട്, രാഷ്ട്രീയപരമായ എൻ്റെ പശ്ചാത്തലം അതാണ്. BJP സുരേഷ് ഗോപി ഒന്നും വലിയ സുരേഷ് ഗോപിയൊക്കെ കിടക്കാണോ? സുരേഷ് ഗോപി ഒന്നും പ്രതീക്ഷിച്ച അത്ര പോരാ. എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാവും? അല്ല, പ്രധാനമായിട്ടും വികസന പ്രവർത്തനങ്ങളാണ് ചർച്ചയാവേണ്ടത്. ആണല്ലേ? വികസനങ്ങൾ മതിയോ തൃശ്ശൂർ? ഇവിടെ തന്നെ ഇപ്പോൾ ഈ ട്രാഫിക് ബ്ലോക്ക് തന്നെ വല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ്. ആര് വരും തൃശ്ശൂരിൽ? എനിക്കതൊന്നും അറിയില്ല. ഞാൻ രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത്തവണ വോട്ട് ചെയ്യാൻ പോവോ? എല്ലാ കൊല്ലവും എല്ലാ പ്രാവശ്യവും വോട്ട് ചെയ്യാറുണ്ട്. എന്താണ് വോട്ട് ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു ഫാക്ടറായിട്ട് കാണുന്നത്? വികസനമാണോ വേറെ എന്തെങ്കിലും വിഷയമാണോ? എന്താണ് മനസ്സിൽ? വികസനത്തോടൊപ്പം തന്നെ രാജ്യത്തിനൊരു സമാധാനവും കിട്ടണം. തൃശ്ശൂരിൽ ആരെടുക്കും? എന്താണ് സ്ഥിതി? തൃശ്ശൂർ നിലവിലെ ആൾക്കാർക്ക് തന്നെ ചാൻസ് LDF തുടരും. LDF തുടരുന്ന തന്നെയാണ് ചാൻസ്. എന്താണ് കാരണം? വികസന പ്രവർത്തനങ്ങളാണ്. എന്താണ്? വികസനം നന്നായി നടന്നുണ്ടല്ലോ. അതന്നെ കാരണം. UDF തിരിച്ചു വരുന്നൊക്കെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടല്ലോ. ഒരു വോട്ടർ എന്ന നിലയിൽ എന്തൊക്കെയാണ് നിങ്ങൾ പരിഗണിക്കുന്ന വിഷയങ്ങൾ? അതിപ്പോഴും അവരുടെ സ്ഥാനാർത്ഥി നിർണയം തന്നെ കഴിഞ്ഞിട്ടില്ലല്ലോ. ആരിത്തവണ തൃശ്ശൂർ പിടിക്കും? ആര് ഇത്തവണ പിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആര് ചോദിച്ചാലും എല്ലാവരും ഒരേപോലെ ആയിരിക്കട്ടെ എന്ന് ഞാൻ എന്ത് വിചാരിക്കുന്നു. നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക? എന്തൊക്കെയാണ് ഘടകങ്ങൾ? എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഞാനൊരു പാവമാണ്. എനിക്ക് വീടില്ല, കിടപ്പാടില്ല, ജീവിക്കാനുള്ള ഒരു വഴി എനിക്ക് തരുന്നു എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ആര് തന്നാലും 2 കൈ നീട്ടി മേടിക്കുന്നത്. ഇലക്ഷനാണല്ലോ, എന്താണ് പറയാനുള്ളത്? ഇത്തവണ ആരാണ് തൃശ്ശൂരിൽ കയറുക? അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. എന്താ കാരണം? അങ്ങനെ ഇന്നത്തെ സ്ഥിതി. ടൈറ്റാണോ? ഫൈറ്റ് ടൈറ്റാണോ? ഫൈറ്റ് നല്ല ഫൈറ്റാ. അതുകാര്യം ഒന്നും പറയാൻ പറ്റില്ല. ഇത്തവണ വോട്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് മനസ്സിൽ? ആര് ജയിക്കും തൃശ്ശൂരിൽ? അയ്യോ, അതെനിക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഒരേപോലെ നിൽക്കണേ. അടുത്ത മത്സരം ഉണ്ടോ? അടുത്ത മത്സരം തന്നെയാ. തൃശ്ശൂർ ആരുടെ ഉറപ്പിക്കാൻ പറ്റില്ലെന്നേ. ആകെ ഇപ്പോഴത്തെ കണ്ടീഷൻ ആകെ തിരിഞ്ഞു മറന്നിട്ടൊക്കെ നിൽക്കുന്നത്. നല്ല ഫൈറ്റ്. പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ? ശബരിമല പ്രശ്നമൊക്കെ വളരെ ഇതായിട്ട് ബാധിക്കും. ഇപ്പോൾ ഏത് തരത്തിൽ ബാധിക്കുന്ന പറയുന്നത്? ഏതൊരു ഇതിലും ഇങ്ങനെ ഭരണം ആരെയല്ലേ ഇരിക്കുന്നത് അവർക്ക് ബാധിക്കും. കാഴ്ച ബംഗ്ലാവിൻ്റെ ഉദ്ഘാടനം കഴിച്ചു. അവിടെ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ 10 മാനെ ഇവിടുന്ന് ജീവനോടെയുള്ള സാധനത്തിന് അവിടെ കൊണ്ടിട്ടു. ആ മാൻ പട്ടി കടിച്ച് ചത്തു. അപ്പം മനുഷ്യന് എന്ത് വിലയുണ്ട്? മാനെ നോക്കാൻ കഴിവില്ലാത്ത ആൾക്കാരും ഈ മനുഷ്യനെ ഭരിക്കാൻ വരുന്നത്, സംരക്ഷിക്കുന്നത്. ഏകദേശം 3 പേര് ഈക്വലായിട്ട് നിൽക്കണത്. ഞാൻ അടുത്ത പ്രശ്നത്തിന് വോട്ട് ചെയ്യാം. എന്നിട്ടും ഫൈറ്റ് ആണെന്നാണ് പറയുന്നത് അല്ലേ? ഇത്തവണ ഇടത് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപി ഇത്തവണ കൂടുതൽ സീറ്റ് നേടുമോ BJP? നേടും. ഇടതുപക്ഷത്തിന്റെ സ്ഥിതി എന്താ? സ്ഥിതി അവര് BJP നേടുന്നതാണ് തോന്നുന്നത്. BJPക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും. പക്ഷേ UDF വരുന്നെങ്കിൽ തോന്നണം. പൂരം കലക്കൽ മുതൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവം വരെ വോട്ടർമാർക്കിടയിൽ ചർച്ചയാകുന്നുണ്ട്. തൃശ്ശൂരിൽ ജനവിധി എന്താകും എന്ന് കാത്തിരുന്ന് തന്നെ കാരണം. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.